കാര്യമായി പഠനം നടത്താതെ അശാസ്ത്രീയമായി ചാലിയാറിഞ്ഞു കുറുകെ റെഗുലേറ്റർ സ്ഥാപിച്ചതിന്റെ കെടുതിയിലാണ് കോഴിക്കോട്ടെ പാവപ്പെട്ട നിരവധി കർഷകർ. 360 ഏക്കറോളം പ്രദേശത്തെ വയലുകളിൽ റെഗുലേറ്റർ സ്ഥാപിച്ചതോടെ ഈ വെള്ളം കയറി കൃഷിയോഗ്യമല്ലാതായി മാറിയിട്ടുണ്ട്. കാണാം അവിടുത്തെ ദുരവസ്ഥ. ചാലിയാറിലെയും ചെറുപുഴയിലെയും വെള്ളം കയറിയതോടെ കൃഷിയിറക്കാനാവാതെ മാവൂരിലെ കർഷകരാണ് ഇപ്പോൾ ദുരിതത്തിലായത്. റെഗുലേറ്റർ സ്ഥാപിച്ചതിനു ശേഷം ഇതുവരെ കർഷകർക്ക് സ്വന്തം വയലുകളിൽ കൃഷി ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് മാവൂരിലെ കർഷകരുടെ പ്രധാന പരാതികളിലൊന്ന്. 2001 ചാലിയാറിന് കുറുകെ ഊർക്കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിച്ചത്. കിഴക്കൻ മലയോര ഗ്രാമങ്ങളിലെ ജലക്ഷാമത്തിന് പരിഹാരം കാണുകയും അതോടൊപ്പം ഗ്രാസിം ഫാക്ടറിയിലേക്ക് ഉപ്പുവെള്ളം കലരാത്ത വെള്ളം ലഭ്യമാക്കുക എന്നതുമായിരുന്നു റെഗുലേറ്റർ നിർമ്മാണത്തിന്റെ ലക്ഷ്യം. എന്നാൽ കൃത്യമായ പഠനം നടത്താതെ റെഗുലേറ്റർ സ്ഥാപിച്ചതോടെ ചാലിയാറും ചെറുപുഴയും നിറഞ്ഞു കവിയുകയും മാവൂരിലെ 360 ഏക്കറോളം വയലുകൾ വെള്ളത്തിലാവുകയും ചെയ്തു. മാവൂർ പഞ്ചായത്തിലെ കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാലിയാർ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നതിനെ തുടർന്ന് അവിടെ റെഗുലേറ്ററിൻ്റെ അടച്ചിട്ടതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വെള്ളം ഏതാണ്ട് 2-3 മീറ്ററിലധികം വെള്ളം പൊന്തിക്കിടക്കുകയാണ്. ആ വെള്ളം പൊങ്ങി നിൽക്കുന്നതിന് നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടു. അതിന് പരിഹാരമുണ്ടാവണം, കൃഷിക്കാരെ സംരക്ഷിക്കണം. പള്ളിയോൾ പാടശേഖരം, തെങ്ങിലക്കടവ്, കൽപ്പള്ളി, ഊർക്കടവ്, ചെറൂപ്പ എന്നിവിടങ്ങളിലെ വയലുകളാണ് റെഗുലേറ്റർ സ്ഥാപിച്ചതോടെ വെള്ളത്തിൽ മുങ്ങിയത്. 2001 ശേഷം ഇതുവരെ ഈ വയലുകളിൽ യാതൊരു കൃഷിയും ഇറക്കിയിട്ടില്ല. വളരെ ശാസ്ത്രീയമായി ചെക്ക് ഡാമൊക്കെ വെച്ച് താഴെ അതിൻ്റെ മേലെ എവിടെയെങ്കിലും തടഞ്ഞിർത്തിക്കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചാൽ മാത്രമേ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണിട്ട ആളുകൾ മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യും, അതിനും പറ്റാത്ത അവസ്ഥയാണ്. മാവൂരിലെ 200-ലേറെ കർഷകർക്കാണ് ഇങ്ങനെ നികുതി അടയ്ക്കുന്ന സ്വന്തം വയലുകൾ വർഷങ്ങളായി നേരിട്ട് കാണാൻ പോലും സാധിക്കാതെ വെള്ളത്തിനടിയിലായി കിടക്കുന്നത്. ഈ റെഗുലേറ്റർ പാലം വന്നതിന് ശേഷം, ഈ വെള്ളക്കെട്ട് വന്നതിന് ശേഷം ഈ പഞ്ചായത്തിൽ കൃഷി എന്ന് പറഞ്ഞ സാധനം ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയ്ക്ക് കർഷകർക്കാണെങ്കിലോ വാരി കൊടുക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടുത്തെ കർഷകർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത്. മറ്റിടങ്ങളിലൊക്കെ വ്യാപകമായി വയലുകൾ മണ്ണിട്ട് നികത്തുമ്പോൾ മാവൂരിലെ കർഷകർ തങ്ങളുടെ വയലുകൾ കൃഷിയോഗ്യമാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.